ഹലോ ഗൈസ്, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് സീരീസിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ എറേഴ്സ് ആൻഡ് ഡീബഗിങ്ങിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ സീരീസിൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചും വേരിയബിൾസിനെ കുറിച്ചും ഡേറ്റാ ടൈപ്സിനെ കുറിച്ചും ലൂപ്സിനെ കുറിച്ചും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചും ഫംഗ്ഷൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക എന്നുള്ളത്. എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുകയാണ്. സോ ഐ എം ഷാഹിദ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. എന്താണ് എറേഴ്സ്? എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ കോഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ, പ്രോഗ്രാം വർക്ക് ചെയ്തില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി 3 ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ട്: സിൻടാക്സ് എറർ, റൺ ടൈം എറർ ആൻഡ് ലോജിക്കൽ എറർ. സിൻടാക്സ് എറർ സംഭവിക്കുന്നത് നമ്മൾ പ്രോഗ്രാമിംഗ് റൂൾ പാലിച്ചില്ലെങ്കിലാണ് സിൻടാക്സ് എറർ സംഭവിക്കുന്നത്. സിൻടാക്സ് എറർ എളുപ്പമാണ്, ബാക്കിയുള്ള എറേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമാണ് സോൾവ് ചെയ്യാനായിട്ട്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന മിക്ക എൻവയോൺമെൻറ്റ്സും സിൻടാക്സ് എററിനെ ഹൈലൈറ്റ് ചെയ്ത് തരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാകും ഇന്ന ഒരു പോർഷനിലാണ് എറർ വന്നിരിക്കുന്നുള്ളത്, ഇന്ന ടൈപ്പ് ഓഫ് എറർ ആയിരിക്കുന്നത്. നമുക്കത് ഇംഗ്ലീഷ് വേർഡ്സിൽ അത് ഡീറ്റെയിൽഡ് ഒരു എക്സ്പ്ലനേഷനും മിക്ക ഐഡിയസും തരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സിൻടാക്സ് എറേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ നമ്മൾ ഗ്രാമറിനെയോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെയോ ഒക്കെ നമുക്ക് എന്താണ് സിൻടാക്സ് എററായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, സാമ്പിൾ ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിഫൈൻ ചെയ്തു, അതിന് 20 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ നമ്മൾ സാമ്പിളിനും ഡേറ്റയ്ക്കും ഇടയ്ക്ക് ഒരു സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ എറർ കാണിക്കും. ബിക്കോസ് നമ്മൾ പഠിച്ചതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു വേരിയബിളിൻ്റെ നെയിം ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും സ്പേസ് കൊടുക്കാൻ പാടില്ല. അതിനുവേണ്ടി നമുക്ക് അണ്ടർസ്കോറാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് കൊടുത്തു, പ്രിൻ്റ് ഹലോ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. അപ്പം നമ്മൾ ഹലോ കൊടുക്കുന്ന സമയത്ത് ഹലോ ഒരു സ്ട്രിങ് ആണല്ലേ, നമ്മൾ പഠിച്ചായിരുന്നു ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പഠിച്ചത്. സ്ട്രിങ് എപ്പോഴും എല്ലാ പ്രോഗ്രാമിംഗ് ഡിഫൈൻ ചെയ്യുന്ന സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെയും എറർ കാണിക്കും. ഇനി നമ്മൾ റൺ ടൈം എററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റൺ ടൈം എറർ നമ്മളൊരു കോഡ് റൺ ചെയ്യുന്ന സമയത്തോളം ആ റൺ ടൈം എറർ കാണിക്കത്തില്ല. പൊതുവേ റൺ ടൈം എറർ സംഭവിക്കാൻ നമ്മളൊരു ടാസ്ക് കൊടുത്തു, ബട്ട് അത് ഫിനിഷ് ചെയ്യേണ്ട ഒരു ഫീസിബിൾ വേ സിസ്റ്റത്തിൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിലാണ് നമുക്ക് റൺ ടൈം എറർ സംഭവിക്കുന്നത്. റൺ ടൈം എറർ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊടുത്ത ഇൻവാലിഡ് ഇൻപുട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിവിഷൻ ബൈ 0 ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് റൺ ടൈം എറർ പൊതുവെ വരാറുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ 20 എന്ന നമ്പർ ഡിവൈഡ് ബൈ 0 കൊടുത്തു. എന്നിട്ട് പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആ റിസൾട്ട്, ആ ഡിവിഷൻ റിസൾട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പാസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ബൈ 0 ആണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ റിസൾട്ട് എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് 20/0, ഡിവിഷൻ ബൈ 0 ആയിരിക്കും സംഭവിക്കുന്നത്. അത് റൺ ടൈം എറർ ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഇതല്ല വേറൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ വൈൽ ലൂപ്പ്, നമ്മൾ ലൂപ്സിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പിനെ കുറിച്ച് പഠിച്ചത്, വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? വൈൽ ലൂപ്പിൽ നമ്മൾ ബൂളിയൻ കണ്ടീഷനാണ് കൊടുക്കുന്നത്. കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം എന്താണ് വൈൽ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. വൈൽ ലൂപ്പിൽ പാസ് ചെയ്യുന്ന വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, സോ ഇവിടുത്തെ കേസിൽ എക്സാമ്പിൾ നമ്മൾ x = 2 എന്ന് കൊടുത്തു. എന്നിട്ട് വൈൽ ലൂപ്പിൽ വൈൽ x <5 ആണ് കൊടുക്കുന്നത്. അത് പ്രിൻ്റ് x കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കും എക്സിൻ്റെ വാല്യൂ എപ്പോഴും 2 തന്നെ ആയിരിക്കും. അത് ആ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ ആ ലൂപ്പ് അൺലിമിറ്റഡ് ടൈം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ടൈം എക്സിക്യൂട്ട് ആവും. ഇതും റൺ ടൈം എററിനൊരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് റൺ ടൈം എറർ അവോയ്ഡ് ചെയ്യാനായിട്ട് ആ പ്രോഗ്രാമിൻ്റെ കോഡിൻ്റെ ഫ്ലോ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൺ ടൈം എറർ പലപ്പോഴും നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എററാണ് ലോജിക്കൽ എറർ. ഇത്രയും നേരം പറഞ്ഞ എററിൽ ഏറ്റവും പാടാണ് നമുക്ക് ലോജിക്കൽ എറർ കണ്ടുപിടിക്കാനായിട്ട്. കാരണം ആ പ്രോഗ്രാമൊക്കെ റൺ ചെയ്യും, പക്ഷേ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത റിസൾട്ട് ആ പ്രോഗ്രാമിൽ കിട്ടിയില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. മെജോറിറ്റി ഓഫ് ടൈമിലും പ്രോഗ്രാമറിന് സത്യം പറഞ്ഞാൽ എന്താണ് എററെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും പലപ്പോഴും ലോജിക്കൽ എറർ. കാരണം പ്രോഗ്രാമറിന് പോലും എറർ മനസ്സിലാക്കാൻ പറ്റാറില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ അതിൽ 2 നമ്പറിൻ്റെ സമ്മ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് സം എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുന്നതിന്, 2 നമ്പറിൻ്റെ സമ്മ് ഔട്ട്പുട്ട് കിട്ടുന്നതിന് പകരം ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ അതെന്താണ് ലോജിക്കൽ എററിന് എക്സാമ്പിളാണ്. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമ്മൾ 4 × 9 എന്ന് കൊടുത്തു. ആ സിറ്റുവേഷനിൽ സമ്മെന്ന വേരിയബിൾ നമുക്ക് ആക്ച്വലി കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 4 + 9 13 എന്നാണ്. ബട്ട് ഇവിടെ എന്തായിരിക്കും നമുക്ക് 4 × 9 36 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അതെന്താണ് എററാണ്. എറേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി ഇനി നമ്മൾ ഡീബഗിങ് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഡീബഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എറേഴ്സ് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ഡീബഗിങ് എന്ന് പറയുന്നത്. അതായത് റൺ ടൈം എററോ സിൻടാക്സ് എററോ ലോജിക്കൽ എററൊക്കെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡീബഗിങ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് എറർ വന്നാലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഡീബഗിങ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ആ എറർ എന്താണെന്നുള്ളത് വായിക്കുക. ഐഡിയയിൽ ആ എറർ എന്താണെന്നുള്ളത് വായിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ
ഡിഫൈൻ ചെയ്തു. അതിൻ്റെ അകത്ത് യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് എടുക്കാനൊരു ഇൻപുട്ട് എൻ്റർ നമ്പർ എന്ന് കൊടുത്തു. എന്നിട്ട് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താണ് നമ്പർ ഇൻറ്റു 2 എന്താണോ നമ്പർ യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് എടുക്കുന്നത് അതിൻ്റെ 2 മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നോക്കിയേ, നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ NUMBER ഉണ്ട്, ബട്ട് പ്രിൻറ്റ് വരുമ്പോഴേ NUMBR ഉള്ളൂ. സോ ഇവിടെ എന്താണ് നമ്മൾ നെയിം നമ്പർ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കണം. സോ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തൊരു എറർ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ IDEയിൽ ആ എററിന് എന്ത് ഡെഫിനിഷനാണ് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് ഏത് ലൈനിലാണ് എറർ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ 2ലാണ് എറർ എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ലൈൻ 2ലാണ് നമുക്ക് എറർ ഉള്ളത്. സോ ഏത് ലൈനിലാണ് എറർ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ എറർ നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ പോലുള്ള വെബ്സൈറ്റ്സിൽ എറർ എന്താണെന്നുണ്ടെന്ന് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും അതിനുള്ള ഔട്ട്പുട്ട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനൊക്കെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ സോൾവ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ അവർക്കും പ്രോബ്ലം വന്നിട്ടുണ്ടായിരിക്കും. അവർ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. സോ അങ്ങനെ ചെയ്താൽ നിങ്ങൾ മെജോറിറ്റി ഓഫ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഡീബഗ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഇത്രയാണ് എറേഴ്സ് ആൻഡ് ഡീബഗിങ്ങിനെ കുറിച്ചും പറയാനുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.